മലപ്പുറം എൻ ഡി സ്ഥാനാർത്ഥി അബ്ദുസലാം നമ്മളോടൊപ്പം ചേരുകയാണ്. എവിടം വരെ എത്തി പ്രചരണം, എങ്ങനെ പോകുന്നു? 3 റൗണ്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അവസാനം ഈ കലാശക്കൊട്ടുണ്ടല്ലോ, 5-6 ദിവസത്തെ പരിപാടി ഉണ്ടല്ലോ. ഓരോ ദിവസവും റോഡ് ഷോ പോലെ എല്ലാ മണ്ഡലങ്ങളിലും പോയി അവിടെ ചെല്ലും. നമ്മളവിടെ യോഗങ്ങൾ കാണും, അവിടെ സ്വീകരണം കാണും, വോട്ട് അഭ്യർത്ഥിക്കും. അങ്ങനെ പോകുന്ന പരിപാടിയാണ്. പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യും, ഗ്രൂപ്പിനോട് വോട്ട് ചോദിക്കുകയും ചെയ്യും. പിന്നെ ചില വീടുകളിലും പോകും. എങ്ങനെയുണ്ട് പ്രതീക്ഷകളൊക്കെ എവിടം വരെ നിൽക്കുന്നു? പ്രതീക്ഷകൾ കൂടി വരെയുണ്ട്, കുറേ അല്ല ചെയ്യണത്. ഡേ ബൈ ഡേ കൂടുന്നു. ഇനി കൂടുന്നത് അപ്പുറം ചാടുമെന്ന് എനിക്ക് ആദ്യമേ ഞാൻ പറയാറുണ്ടല്ലോ. ഞങ്ങളിവിടുത്തെ ഒരു ചെറിയ പാർട്ടിയല്ലേ, ഇൻഫൻറ്റ് പാർട്ടി എന്നല്ലേ ഞാൻ പറയണത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗ്രാഫ് കയറുന്നു. ചില സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കയറുന്നുണ്ട്. ഇനി 6 ദിവസം കിടക്കുകയല്ലേ, 6 നിന്ന് 18 7 ദിവസം, 8 ദിവസമുണ്ട്. 8ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മെച്ചുവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണ AP അബ്ദുള്ളക്കുട്ടി മത്സരിച്ചു, ഒരു ഗ്രാഫ് ഉയർത്തി. അതേപോലെ തന്നെ ഇത്തരത്തിൽ അതിനേക്കാൾ കൂടുതൽ ഒരു വോട്ടിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാ പാർട്ടിയിൽ നിന്നും വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വരെ വന്നു, കോൺഗ്രസിൽ നിന്ന് വന്നു, ലീഗിൽ നിന്ന് വന്നു. ടെലിഫോണിൽ കൂടെയാണ് കേട്ടോ, ഓപ്പണായിട്ടല്ല, ടെലിഫോണിൽ കൂടെ വിളിച്ച് സപ്പോർട്ട് ചെയ്തതാണ്. ഇപ്രാവശ്യം സാറിന് എന്നെ വോട്ട് ചെയ്യുമെന്ന്. എന്ത് വന്നാലും ഞാൻ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇപ്രാവശ്യം സാറിന് വോട്ട് ചെയ്യും. ഞാൻ ജോലി ചെയ്ത യൂണിവേഴ്സിറ്റി 4 കൊല്ലം നിങ്ങൾക്കറിയാമല്ലോ. അവരൊക്കെ ഇപ്പോൾ പറയുന്നു സാറായിരുന്നു ശരിയെന്ന് പറയുന്നുണ്ടല്ലോ. നീതി എല്ലാവർക്കും കൊടുക്കുന്നതാണ് ശരിയെന്ന് പറയുന്നല്ലോ. തുല്യത എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതാണ് ശരിയെന്ന് പറയുന്നല്ലോ. പാർട്ടി കൺസിഡറേഷൻ വെച്ച് കൂടുതൽ ശരിയും കൂടുതൽ തെറ്റും കൂടുതൽ നീതിയൊന്നും കൊടുത്തില്ലാത്തത് ശരിയാണെന്ന് പറയുന്നല്ലോ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC UDF നോമിനിയായിട്ട് VC ആയ ആളാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് അതിന് മറുപടി? മുഖ്യമന്ത്രി ചില സമയത്ത് അദ്ദേഹത്തിന് ചില പൊളിറ്റിക്കൽ വട്ടുകൾ വരും, അപ്പോൾ അതൊക്കെ പറയും. UDF ആളായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് ഞാൻ നിരാകരിച്ചിട്ടില്ല. മുസ്ലിം ലീഗിനോട് നന്ദി ഇല്ലയെന്ന് പറഞ്ഞിട്ടുമില്ല, നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട്. മുസ്ലിം ലീഗിനോട് എതിരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് നേതാക്കന്മാരോട് ഞാൻ അന്നും ഇന്നും സ്നേഹവും ബഹുമാനമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അവിടെയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. UDF നോമിനി അല്ലാതെ മുസ്ലിം ലീഗ് പാർട്ടി പറ്റ ആളുമല്ല ഞാൻ. ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിൽ ഞാൻ ചേർന്നിട്ടുമില്ല. ഞാൻ UDF നോമിനി, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നോമിനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് അവരോട് അതിനുള്ള കടപ്പാടുമുണ്ട്, അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. അതവിടെ നിൽക്കുമ്പം അന്ന് ഞാനൊരു ടോട്ടൽ അക്കഡമിഷ്യൻ അല്ലേ, അത് കഴിഞ്ഞ് നല്ലൊരു ട്രാൻസ്ഫർമേഷൻ വന്നില്ലേ, അതൊരു പൊളിറ്റീഷ്യനായില്ലേ. പൊളിറ്റീഷ്യൻ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വന്നപ്പം ETയോടൊക്കെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നല്ലോ. എന്നാലും ഒരു പൊളിറ്റിക്കൽ ഉത്തരവാദിത്വം നിറവേറ്റാനല്ലേ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ പറയണ അദ്ദേഹം ഇങ്ങനെ വന്നാൽ ചെയ്യില്ലേ? ഇദ്ദേഹം എന്നെക്കാളും 100 പ്രാവശ്യം കാല് വാരി ഉണങ്ങി പോയി ചെയ്യും മുഖ്യമന്ത്രി. പിന്നെ അല്ലാതെ അല്ലേ പിന്നെ അങ്ങനെ ഇങ്ങനെ പറയണെന്തിനാ? അദ്ദേഹത്തിന് പൊളിറ്റിക്സ് അറിയാമല്ലോ. എന്ത് പൊളിറ്റിക്സ് അറിയാം? NDAക്കാരൻ ചിലപ്പം അല്ലേ പിന്നെ പാർട്ടി ഇല്ലാത്തവനിങ്ങനെ ആവും, പാർട്ടി ഉള്ളത് തന്നെ എത്ര പേര് മാറുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടുണ്ട്. ഇതറിയാവുന്ന ആൾ എന്നെ കളിയാക്കാൻ ശ്രമിക്കണേ എന്തിനാ? അപ്പോൾ ഈ മുസ്ലിം ലീഗ് നേതാക്കളായിട്ട് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി ആയതിനു ശേഷം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആരെ? മുസ്ലിം ലീഗ് നേതാക്കൾ, ലീഗ് നേതാക്കളുമായിട്ടൊക്കെ നന്ദിയുണ്ട്, ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് അവരെ ബന്ധപ്പെട്ട് എനിക്ക് അവിടെയൊക്കെ പോകാനുള്ള ഒരു ശ്രമം, ഒരു താല്പര്യമുണ്ട് എന്ന് ഞാൻ എൻ്റെ പാർട്ടിക്കാരെ അറിയിച്ചിരുന്നു. എന്നോട് പറഞ്ഞ് അവരെയൊക്കെ വിളിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അതേ എനിക്കറിയാവൂ, അല്ലാതെ എനിക്ക് ആഗ്രഹമില്ലെന്ന്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ആരൊക്കെയാണെന്ന് എനിക്ക് വിഷമമില്ല. കാര്യം കാണാം, അസ്സലാമു അലൈക്കും പറയാം, അവരോട് ചേർന്ന് സംസാരിക്കാം, ആശയവിനിമയം നടത്താം. പൊളിറ്റിക്കലി ഇനി അവർക്ക് നല്ല ആശയം ഉണ്ടെങ്കിൽ, നമുക്ക് ഒന്നിക്കാനുള്ള ആശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നന്മയുടെ ആശയങ്ങളേ ഉള്ളൂ, അല്ല നമുക്ക് ഞാൻ പറയില്ലേ കൺസോളിഡേഷൻ്റെ തോട്ട്സും ഫിലോസഫിയേ ഉള്ളൂ, ഡിസിൻറ്റഗ്രേഷൻ്റെ ഇല്ല. BJPക്കേ ഇല്ല. BJPയുടെ ഫിലോസഫി തന്നെ 1 India, 1 people, 1 development. അത് തന്നെയാണ് നമുക്കും. ഈ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ ഡേ ബൈ ഡേ എല്ലാ സെക്ഷനിൽ നിന്നും, എല്ലാ പാർട്ടിയിൽ നിന്നും, എല്ലാ ജെൻഡറിൽ നിന്നും, എല്ലാ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റയിൽ നിന്നും യെസ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതാണ് പറയും ഗ്രാഫ് കയറുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അടുത്തടുത്ത് കുറച്ചുകൂടെ കൂടുതൽ കയറുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഈ സമയത്ത് നിന്നിട്ട് ഞാനങ്ങ് ചാടി മറിയുമെന്ന് പറയുന്നില്ലേ, പറയാനുള്ള അവസ്ഥയായില്ല. വിജയ പ്രതീക്ഷ ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം അവർ തന്നെ പറയും ഇത്തവണ സാറ് ജയിച്ചിരിക്കും. വേറെ 3-4 സ്ഥലത്ത്
എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് അവരുടെ അസസ്മെൻ്റ് ആയിരിക്കും, സാറ് ജയിച്ചിരിക്കും, സാറേ ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ ശരിയാടാ ഈ പറയണമെന്നൊക്കെ തോന്നാറുണ്ട്. തിക്താനുഭവങ്ങൾ ഉണ്ടായെന്നുള്ള ഒരു ഇത് തിക്താനുഭവം ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഷേക്ക് ഹാൻഡ് എടുക്കത്തില്ല, തുറിച്ച് നോക്കും, മാറിപ്പോവും. എന്തോ ഒരു വലിയ പിന്നെ കൊലപാതകം ചെയ്ത ഒരു ഫീലിങ്ങോട് പ്രവർത്തിക്കും. അതൊന്ന്. രണ്ടാമത് ഏറ്റവും അവസാനത്തെ തിക്താനുഭവം എനിക്ക് മാദിൻ പള്ളിയിൽ വെച്ചാണ്, പെരുന്നാളിൻ്റെ അന്ന്. അത് എനിക്ക് മറക്കാതെ നല്ല മുറിവായിട്ട് കിടക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ആദ്യം പള്ളിയിൽ പെരുന്നാളിൻ്റെ അന്ന് പോയി നിസ്കരിച്ചു, വെളിയിലിറങ്ങി നിങ്ങളെപ്പോലെ രണ്ടുപേർക്ക് ബൈറ്റൊക്കെ കൊടുത്ത് ചെരുപ്പൊക്കെ എടുത്തിട്ട് ഓരോരുത്തർക്ക് ഈദ് മുബാറക്ക് പറഞ്ഞ് വന്നപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ ചാടി വന്ന്, ഒരു 60 വയസ്സ് വരും, ചാടി മുന്നിൽ വന്ന് ഹിന്ദുക്കളോട് ചേർന്ന് നിന്ന് മുസ്ലിങ്ങളെ പിന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന താങ്കൾ കടന്നു പൊക്കോളൂ എന്ന് പറഞ്ഞ് ഒരാക്രോശം. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ സമയത്ത് ഈദ് ദിവസം ഓരോരുത്തർക്ക് ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരം, വളരെ സന്തോഷത്തിൻ്റെ അവസരം. നമ്മൾ പറയുന്ന സന്തോഷം, സമാധാനം, സാഹോദര്യം, സഹവർത്തിത്വം ഒക്കെ പറയുന്ന ഇസ്ലാമിൽ എവിടെയാണ് പറഞ്ഞെങ്കിലും ഒരു ഹിന്ദുവിനോട് പോലും ഇങ്ങനെ പെരുമാറണമെന്ന്, ഒരു ഹിന്ദുവിനോട് പോലും ഇങ്ങനെ പെരുമാറാമെന്ന് ഇസ്ലാമിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പിന്നെ നമുക്ക് എടുക്കാവുന്ന എന്നാണെന്നറിയാം, ഒറ്റപ്പെട്ട സംഭവം. മുസ്ലിങ്ങളെ എല്ലാത്തിനും ഞാൻ കുറ്റം പറയത്തില്ല. എൻ്റെ അനുഭവത്തിൽ 99.9% ഓഫ് ദ മുസ്ലിങ്ങൾ സ്നേഹിക്കാൻ കൊള്ളാവരും ബഹുമാനിക്കാൻ കൊള്ളാവുന്നവരും ചേർത്ത് പിടിക്കാവുന്നവരും നന്മയുള്ളവരും തന്നെയാണ്. അവിടെ എവിടെയൊക്കെ ചിലർ കാണും. സമാനമായ അനുഭവങ്ങളുണ്ടാകും. വേറെ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് കൈ കൊടുക്കത്തില്ലേ, തിരിച്ചിങ്ങനെ പോകും, നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറയും ഒക്കെ. നമ്മൾ വോട്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, തിരിഞ്ഞങ്ങ് പോകും. മുഖത്ത് നോക്കി വോട്ട് ചെയ്യില്ല എന്ന് പറയും. ചിലർ ഷേക്ക് ഹാൻഡ് തരത്തില്ല, ചിലർ നമ്മളെന്തോ ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കും. അതൊക്കെ നമുക്ക് തിക്താനുഭവം തന്നെയാണ്, എനിക്ക് തിക്താനുഭവം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നത്, ഇതൊക്കെ സ്ഥിരമാണ്. ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ അനുഭവിക്കണം. അല്ലെങ്കിൽ എന്താണ് മലപ്പുറത്ത് NDAക്ക് അനുകൂലമായ ഒരു ഘടകം എന്താണുള്ളത്? NDAക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഘടകം നമ്പർ 1 മോഡിജി കൊണ്ടുവന്ന വികസന വിപ്ലവം. മോഡിജിയുടെ പിന്നെ ബെനിഫിറ്റ് കിട്ടാത്ത ഒരു വീടുമില്ല. 3, 4, 5, 6 ബെനിഫിറ്റ് കിട്ടിയ വീടുകളുണ്ട്. അത് കിസാൻ സമ്മാൻ പദ്ധതി ആവാം, അല്ലെങ്കിൽ ഉജ്ജ്വല ആവാം, അല്ലെങ്കിൽ പിന്നെ ബേട്ടി ബച്ചാവ് ആവാം, അല്ലെങ്കിൽ പിന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ആവാം. അങ്ങനെ പല പരിപാടികളുണ്ടല്ലോ. 4, 5 പിന്നെ ഇവണെങ്കിൽ വാക്സിനേഷൻ ആവാം. 6 പ്രോഗ്രാം വരെ ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 6 പ്രോഗ്രാം ബെനിഫിറ്റ് ഒരേ വീട്ടിൽ കിട്ടിയ ഒരേ ആൾക്ക് കിട്ടിയ കേസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി, അതിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. സ്വാഭാവികം, വിമർശിക്കണം. നിങ്ങളൊക്കെ വിമർശിക്കാനല്ലേ നമ്മളിതൊക്കെ ഇറക്കണത്. നിങ്ങളൊന്ന് വിമർശിക്കുമ്പോൾ തെറ്റുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാം. നമുക്കൊരു തിങ്കിങ് ഉണ്ടല്ലോ, നമുക്കൊരു പോളിസി ഉണ്ടല്ലോ, നമുക്കൊരു ഫിലോസഫി ഉണ്ടല്ലോ, നമുക്കൊരു വിഷൻ ഉണ്ടല്ലോ. ഇന്നടത്ത് പോകണം, ഇത്ര സമയം കൊണ്ട് പോകണം, ഇത്ര സമയം കൊണ്ട് എത്തണം, അതിനുള്ള മാർഗ്ഗം ഇതാണെന്നൊക്കെ നമ്മൾ പറയാനുള്ള ചുമ്മാ പറയണമല്ല. ഞങ്ങൾ പറയണത് ആലോചിച്ച് എക്സ്പെർട്സ് സ്റ്റഡി ചെയ്ത് ടൈം ഫ്രെയിമൊക്കെ നോക്കിയിട്ട് പോകുന്ന വഴി ശരിക്കും നോക്കിയിട്ടാണ് ഈ പറയണത്. അല്ല ചുമ്മാ ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് വാരിക്കോരി തരാമെന്ന് ഞങ്ങളെങ്ങും പറഞ്ഞിട്ടില്ല. തരാവുന്നത് പറഞ്ഞ തരത്തക്ക രീതിയിൽ റിസോഴ്സസ് ഉറപ്പാക്കിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളൊക്കെ BJPൻ്റെ ഉണ്ടായിരുന്നതാണ് എന്ത് ഇന്ധന വില വർധന കുറയ്ക്കും, ഇല്ലെങ്കിൽ ഇന്ധന വില പിടിച്ചു നിർത്തുന്നു. ഇത്തവണത്തെ പ്രകടന പത്രികയിൽ വീണ്ടും പറയുന്നു ഇന്ധന വില കുറയ്ക്കുമെന്നുള്ളത്. കഴിഞ്ഞ 10 വർഷം ചെയ്യാൻ കഴിയാത്തത് ഇനി എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ വണ്ടി ഓടുകയാണ്, ഗ്രാഫ് ഓടുക, എല്ലാം മുന്നോട്ട് പോവുകയാണ്. മോഡിജിയുടെ പ്രത്യേക കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ധന വില ഇവിടെയെങ്കിലും നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? ഈ യുക്രൈൻ യുദ്ധം വന്നപ്പോഴത്തേക്ക് റഷ്യയിൽ നിന്ന് വില ചീപ്പായിട്ട് എണ്ണ വാങ്ങാനുള്ള സ്ട്രാറ്റജിക്കൽ റിലേഷൻഷിപ്പ് അതുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മുടേത് 150-200 പോയനാ. അങ്ങനെയല്ലല്ലോ, ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അഥവാ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നതിനേക്കാൾ എത്രയോ എമൗണ്ട് കുറഞ്ഞിരിക്കുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില. പക്ഷേ അപ്പോൾ പോലും ഇന്ത്യയിൽ അതിന് ആനുപാതികമായ വില കുറവ് ഉണ്ടായിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കുക. ഗവൺമെൻറ് അല്ല നിയന്ത്രിക്കുന്നത്. അതായത് കമ്പനികൾ പർച്ചേസ് പ്രൈസിനനുസരിച്ചും റിഫൈൻമെൻറ്റ് കോസ്റ്റ് അനുസരിച്ചുമാണ് നിയന്ത്രിക്കുന്നത്. ഒന്നത്. രണ്ടാമത് ഗവൺമെൻറ് ചെയ്യാവുന്നത് ഗവൺമെൻറ്റിന് കിട്ടുന്ന സെസ് കുറയ്ക്കുക. അത് കുറയ്ക്കേണ്ടത് കുറച്ചിട്ടുണ്ട്. മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ വരുന്ന ലക്ഷങ്ങൾ GST ആയിട്ട് വരുന്നതായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, 10 പൈസ ആരുടെയും പോക്കറ്റിൽ പോകുന്നില്ല. അതെല്ലാം റീസൈക്കിൾ ചെയ്ത് റോഡായിട്ടും പോർട്ടായിട്ടും സീ പോർട്ടായിട്ടും ഒക്കെ ഡെവലപ്മെന്റ് ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും വില കുറയ്ക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? വീണ്ടും വില കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് ചില സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ചുമ്മാ നമ്മൾ എല്ലാവരും പറയത്തില്ല. ചോദിക്കുന്ന ആ സ്ട്രാറ്റജികൾ എന്തുകൊണ്ട് ഈ 10 വർഷം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. 10 വർഷം നടപ്പിലാക്കാൻ ഈ
എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കോസ്റ്റ് ഓഫ് ലിവിങ് ഹയർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അത്രയും കൂടിയില്ല. അതിനനുസരിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് പല പോളിസികളും പ്രോഗ്രാംസും ഒക്കെ അഫക്റ്റഡ് ആവും. ഈ പൈസ എടുത്ത് കൊണ്ടുപോയിട്ട് പാക്കറ്റിലിട്ട് കൊണ്ടുപോയിട്ട് ചിലവാക്കുന്നവരാണ് അവിടെ നിങ്ങൾ ചോദിക്കേണ്ടത്. പൈസ കളക്ട് ചെയ്ത് ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിന് 34 കോടി രൂപ നമ്മൾ കളക്ട് ചെയ്തു. അതെന്താ? ഒരാളെ ജീവൻ രക്ഷിക്കാനാണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് 143 കോടി എന്നുള്ള നമ്പർ അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ മക്കളുള്ള വീടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ GDP എന്ന് പറഞ്ഞാൽ 3000 അറൗണ്ട് ആണെന്നും അറിയാമല്ലോ. നമ്മൾ ഈ ഏറ്റവും വലിയ ശക്തിയായി എന്നൊക്കെ പറയുമ്പോഴും പെർ ക്യാപിറ്റ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 142 നിൽക്കുകയാണെന്നൊക്കെ അറിയാമല്ലോ. ഇന്നും നമ്മുടെ ആ ഗ്രോത്ത്, നമ്മുടെ ഇൻഹറൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ കൂടുതൽ കൊണ്ട് നമ്മൾ അത്ര വലുതല്ല. നമ്മളിപ്പോഴും ഒരു എബവ് കുറച്ച് പട്ടിണിക്കാരൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് പോയിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് പെട്ടെന്ന് ഇന്നെ അബ്ഡക്ക ഡബ്ര പറഞ്ഞിട്ടൊന്നും മാറാൻ പറ്റത്തൊന്നുമില്ല. എഫർട്ട് എടുക്കണം, എല്ലാവരും എഫർട്ട് എടുക്കണം, എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടണം. അങ്ങനെ GDP ഉയർത്തിയാലേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ടും ഇതൊന്നും ചെയ്തില്ലേ എന്നുള്ളതാണ് സാധാരണക്കാർ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാത്തത്. ചെയ്തില്ലേ ചെയ്ത 350-400 കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയാതെ ചെയ്യാത്ത ഒരെണ്ണത്തിൽ മാത്രം നിങ്ങൾ പറയണതിന് ഉത്തരവാദിത്തമാണ്. ചെയ്ത് തന്നിട്ട് ഒരെണ്ണം കുറഞ്ഞ് അപ്പം തന്നെ നിങ്ങൾ പറയും അവനെ ഡൈവോഴ്സ് ചെയ്യണമെന്ന് പറയുന്ന രീതിയാണോ ശരി? ചെയ്തു തരുന്ന മുഴുവൻ ഔദാര്യമല്ലല്ലോ, അവകാശമല്ലേ, ഉത്തരവാദിത്തമല്ലേ. ഇത്ര പണ്ട് ഇവിടെ അവകാശം ഉത്തരവാദിത്തമുള്ള എത്രയോ പേര് 65 കൊല്ലം ഭരിച്ചില്ലേ? അവരെന്ത് ചെയ്തു തന്നു നിങ്ങൾക്ക്? 65 കൊല്ലം ഭരിച്ചവർ എന്ത് ചെയ്തു തന്നു? 10 കൊല്ലം ഭരിച്ചവർ നിങ്ങൾക്ക് വാരി കോരി ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നില്ലേ? നമ്മുടെ രൂപയുടെ മൂല്യമൊക്കെ ഇടിഞ്ഞു നിൽക്കുകയല്ലേ, അതൊക്കെ പിടിച്ചു നിർത്തുന്നു പറഞ്ഞിട്ടായിരുന്നല്ലോ 2014 അധികാരത്തിൽ. ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കണമെന്നല്ല, ഇതൊക്കെ ഒരു ആഗോള ഫിനോമിനൻ്റെ ഭാഗമാണ്. ആഗോള എക്കോണമിയുടെ ഡൈനാമിക്സ് അനുസരിച്ച് വരുന്ന കാര്യങ്ങളാണ്. പെട്ടെന്നൊന്നും നോക്കി കയറി ഇങ്ങനെ ചാടി പിടിച്ചാൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അതിന് ഒരുപാട് സ്ട്രാറ്റജിക് ഡിസിഷൻസ് എല്ലാം കൂടെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പിടിച്ചു നിർത്തലൊക്കെ നടക്കുന്നത്. അതുപോലെ ഗ്രോത്ത് കൂടുന്നെന്ന് പറഞ്ഞില്ലേ, പെട്ടെന്നൊന്നും ഗ്രോത്ത് കൂടില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ഗ്രോത്തിനെ എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടോട്ടൽ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യപ്പെടണം. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരാകെ പറയും നിങ്ങൾ വില കൂട്ടിയില്ല, കുറച്ചില്ലല്ലോ. അത് മാത്രം പറയാതെ യു സീ ദ ഹോൾ എൻറ്റയർ എക്കണോമിക്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുന്ന ഘട്ടത്തിൽ ഉയർത്തിയ വലിയൊരു വിമർശനമാണ് അന്ന് രൂപയുടെ മൂല്യം ഇടിയുന്നു, 54 രൂപയെ 55 രൂപയായി എന്നുള്ളതൊക്കെയാണ്. ഇന്ന് അതേ സ്ഥാനത്ത് അത് 80 രൂപന്റെ മുകളിലേക്ക് പോയി. നാച്ചുറലി ഇത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാം പിന്നെ എന്താ പറയുക, കറൻസിക്കും ഇടിവ് വന്നിട്ടുണ്ട്. അത് വരും. പക്ഷേ റിലേറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അത്ര വലിയ ഇടിവൊന്നും നമുക്ക് വന്നിട്ടില്ലെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏത് കറൻസിയാണ് ഇടിയാത്തത്? ഓവർ എ പീരീഡ് ഓഫ് ടൈം വരുന്ന എന്താ പറയുന്നത് മൂല്യ തകർച്ച നമ്മുടെ വന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരറ്റത്ത് നിന്നിട്ട് ഈ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് കാണുന്ന ഒരറ്റം കാണാതെ നിങ്ങൾ ഇന്ത്യ മൊത്തം കാണും. മൊത്തത്തിൽ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു? 10 കൊല്ലം മൊത്തത്തിൽ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു? GDP ഉയർന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടി, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കൂടി, എക്കണോമിക് ആക്ടിവിറ്റി കൂടി, സയൻസ് ആൻഡ് ടെക്നോളജി കൂടി. നിങ്ങൾക്കൊരു മൊബൈലുണ്ട്, എന്തും ചെയ്യാവുന്നതായി. നിങ്ങളുടെ സ്റ്റാറ്റസ് കൂടി, ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ് കൂടി. എന്തൊക്കെ ചെയ്തു മോഡിജി 10 കൊല്ലം കൊണ്ട്? ഇതൊന്നും കാണാതെ നിങ്ങൾ ഒരറ്റത്ത് പിടിച്ചിട്ട് കുറ്റം പറയുന്നത് നിങ്ങൾ വേറെ എന്തോ വെച്ച് ചോദിക്കുന്നതാണ്. ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതാണ് ഇപ്പോൾ ഭരണപത്രപ്പാട് കാര്യം. നടപ്പിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു മുസ്ലിം സ്ത്രീ BJP ചേരണമെന്ന് പറഞ്ഞ് ചേർന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇടാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇത് ഇടാൻ പറഞ്ഞു, ഇട്ടുകൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, മാഡം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെല്ലാം മാറിയിരിക്കുമ്പോൾ എന്താ ചേരുന്നതെന്ന് ചോദിച്ചു. അവരാദ്യം എന്നോട് പറഞ്ഞു, ഞാൻ 40 വയസ്സുള്ള സ്ത്രീ, എനിക്ക് 20 വയസ്സുള്ള മോള്, അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ മുത്തലാഖ് നടത്താൻ അവരെ അറയ്ക്കും. അത് ചെയ്യാൻ ധൈര്യം മോഡിജിക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മോഡിജിയിലാണ്. പിന്നെ പറഞ്ഞു എന്നോടൊക്കെ, എൻ്റെ സ്വത്തുക്കൾ എൻ്റെ മോക്ക് തന്നെ കിട്ടണം, എൻ്റെ മറ്റുള്ള ആർക്കും പോകാൻ പാടില്ല. അതിന് യൂണിഫോം സിവിൽ കോഡ് വരണം. വന്നില്ലെങ്കിൽ നാളെ മോഡിജി കൊണ്ടുവരും. അതുകൊണ്ട് 2 കാര്യം. ഉടനെ ഭർത്താവ് പറയണം എന്താണെന്നറിയാം. അത് മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലം 10 പൈസയുടെ കറപ്ഷൻ നടത്താത്ത മോഡി. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിന് മുമ്പ് എന്തായിരുന്നു? ഇവിടെ നിന്നെല്ലാം സ്വിസ് ബാങ്കിലേക്ക് ഒഴുകുകയല്ലായിരുന്നോ? ഈ 10 കൊല്ലം നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കോ, എവിടെയാണ് ഒരു 10 പൈസ
80 160 മന്ത്രിമാർ, ആദ്യത്തെ പ്രാവശ്യം 80 പേര്, പിന്നെ 80 പേര്, 160 പേരിൽ ആരാണ് 10 പൈസ മോട്ടിച്ചുകൊണ്ട് പോയേ കറപ്ഷൻ കാണിക്കുകയും ചെയ്തിട്ടുള്ളൂ? സ്വിസ് ബാങ്കിലെ പണം മുഴുവൻ തിരിച്ചു പിടിക്കുമെന്നായിരുന്നു മോദിയുടെ പ്രധാന പ്രഖ്യാപനങ്ങളൊന്ന്. 1 രൂപ പോലും ഇതുവരെ പ്രധാനമന്ത്രിക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. സ്റ്റാറ്റസ് എനിക്കറിയാൻ മേല, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. എത്ര പിടിച്ചു എന്നോ എത്ര പിടിച്ചില്ലെന്നോ എനിക്കറിയാൻ മേല, അത് പഠിച്ചിട്ട് ഞാൻ പറയാം. അത് അങ്ങനെ 1 രൂപ പോലും ഇതുവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്വിസ് ബാങ്കിൽ നിന്നും കള്ളപ്പണമായിട്ട് അത് ആ എമൗണ്ട് മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. 1 രൂപ പോലും ഇതുവരെ സ്വിസ് ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു കള്ളപ്പണം പോലും കേന്ദ്ര സർക്കാരിന് കണ്ടുപിടിക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല. അതൊരു പരാജയം. ഞാൻ അതിൻ്റെ സ്റ്റാറ്റസ് ഓർക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മോഡിജി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അത് 10 വർഷമായിട്ടും ചെയ്തിട്ടില്ല. 10 വർഷം ചിലപ്പോൾ അത് കൂടുതൽ സമയം എടുക്കുന്നതായിരിക്കും. അതിൻ്റെ റീസൺ കാണും, ചിലപ്പോൾ ലീഗൽ ഇഷ്യൂസ് കാണും, മറ്റ് പല കോംപ്ലിക്കേഷൻസും കാണും. ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ കാര്യവും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് വരും, എമർജിങ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് വരും, ലീഗൽ ഇഷ്യൂസ് വരും. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യാവും. മോഡിജി പറഞ്ഞത് 99% ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ വിട്ടുപോയ ഒറ്റ എണ്ണേ ഉള്ളൂ, യൂണിഫോം സിവിൽ കോഡ്. അതും ഞാൻ ആഗ്രഹിച്ചു അതുകൂടെ ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ മോഡി പറഞ്ഞെന്താണെന്നറിയോ? 10 കൊല്ലം കണ്ടത് ട്രെയിലറാണ്, ഒരു ട്രെയിലർ. ഇനി കാണാൻ പോകുന്ന സിനിമയാണ്. അടുത്ത 5 കൊല്ലം അല്ല, അടുത്ത 5 കൊല്ലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യു ക്യാൻ സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. ദർ വിൽ ബി ട്രെമൻഡസ് ചേഞ്ച്. എന്ത് ചേഞ്ചാണ് ഇവർ പറയുന്ന ചേഞ്ച് ഒന്നുമല്ല. സിവിൽ കോഡൊക്കെ നടപ്പിലാക്കുന്ന പ്രചാരം മലപ്പുറത്തേക്ക് തിരിച്ചടിയാവില്ല. എന്ത് തിരിച്ചടിയാവുന്നത്? മലപ്പുറത്തുള്ള ഒരു മനുഷ്യരല്ലേ, ഇന്ത്യൻ സിറ്റിസൺസ് അല്ലേ. എന്താ മലപ്പുറത്തുകാർക്ക് അത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയതുകൊണ്ട് അത് മുസ്ലിങ്ങൾ നിങ്ങൾ ചെറുതാക്കണമല്ലേ? മുസ്ലിം ഇന്ത്യൻ സിറ്റിസൺ അല്ലേ, ഈക്വൽ അല്ലേ, അവരുടെ റൈറ്റ് ഒന്നല്ലേ? മുസ്ലിങ്ങൾ എത്ര പേര് പറയുന്നുണ്ട്, എത്ര പേര് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ പോയിട്ട് ഈ പ്രൊട്ടക്ഷൻ നേടുന്നുണ്ട്? ഏതാണ് സ്വത്തുക്കൾ മറ്റ് ബന്ധുക്കൾക്ക് പോകാതെ എൻ്റെ മക്കൾക്ക് പോകണമെന്നും പറഞ്ഞിട്ട് രജിസ്റ്റർ മാരേജ് നടത്തി ആ പ്രൊട്ടക്ഷൻ ഇൻഷുർ എത്ര പേരുണ്ട്? മുസ്ലിങ്ങൾക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചില പത്രക്കാരല്ലേ. CIAയിൽ എവിടെ തിരിച്ചടി? പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളുള്ളൂ, നിങ്ങളെ പത്രക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ പഠിച്ച് മറുപടി തരാമെന്നാണ് പറഞ്ഞിരുന്നത്. CAA വിഷയത്തിൽ വിഷയം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മറുപടി പറയാം. അന്നും പറയും, ഇന്നും പറയാം. ഞാൻ മറുപടി പറയാൻ തയ്യാറാണ് ഞാൻ പറയാൻ. അതിൽ CAA വിഷയത്തിൽ ചില രാജ്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചില രാജ്യങ്ങൾ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയൊന്ന് പറഞ്ഞു പറയരുത്. ചില രാജ്യങ്ങളെന്ന് പറയരുത്. ഡിവിഷൻ സമയത്ത് അന്നത്തെ ലീഡേഴ്സിന് എടുത്ത തീരുമാനം വി ആർ ഗോയിങ് ടു ഡിവൈഡ്. എങ്ങനെ? മതം അടിസ്ഥാനത്തിൽ. എന്ത് മതം? ഹിന്ദു മുസ്ലിം. ഹിന്ദുക്കളെല്ലാം ഹിന്ദുസ്ഥാൻ, മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാൻ. യെസ്, എഗ്രി ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു പ്രശ്നമുണ്ട്. കുറേ പാകിസ്ഥാനിൽ കുറേ ഹിന്ദുക്കൾ കിടപ്പുണ്ട്, കുറച്ച്. ഇപ്പുറത്തും കുറേ പേര് മുസ്ലിങ്ങളുണ്ട്, കുറച്ച്. അപ്പോൾ അത് മൈനോറിറ്റി. ഈ മൈനോറിറ്റിയുടെ ബന്ധുക്കാർ അപ്പുറം ഇപ്പുറം ഉണ്ട്. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ വേണം. അവർ ഡിസ്കസ് ചെയ്ത് അവസാനം തീരുമാനിച്ചു, ഭാവിയിൽ ഈ മൈനോറിറ്റിക്ക് ഇപ്പുറത്ത് വരണമെന്ന് തോന്നിയാൽ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം. തിരിച്ചും അതൊരു എഗ്രിമെൻ്റ് ആയിരുന്നു. 65 കൊല്ലമായിട്ടും അത് നടപ്പാക്കിയില്ല. ആദ്യമായിട്ട് തൻ്റെ അടുത്തുകൂടി നടപ്പാക്കിയ ഒരു പ്രൈം മിനിസ്റ്ററാണ് മോഡി. അഫ്ഗാനിസ്ഥാനായിട്ട് ഇതിലെന്താ ബന്ധം? അഫ്ഗാനിസ്ഥാനും ഈ പാർട്ടീഷനായിട്ട് അഫ്ഗാനിസ്ഥാനും അന്ന് ബന്ധപ്പെട്ട് കിടന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു ആ സമയത്ത്. പാർട്ടീഷനായിട്ട് ഒരു ബന്ധം അഫ്ഗാനിസ്ഥാനിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ചോദിച്ചു. പാർട്ടീഷൻ സമയത്ത് താങ്കൾ ഈ പറഞ്ഞതാണ് അതിന്റെ ന്യായീകരണമെങ്കിൽ അഫ്ഗാനിസ്ഥാനായിട്ട് ഒരു ബന്ധം. അഫ്ഗാനിസ്ഥാനും മുസ്ലിം രാഷ്ട്രമല്ലേ? അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മൈനോറിറ്റീസ് ഇങ്ങോട്ട് വന്നാൽ എന്നതാ? അഫ്ഗാനിസ്ഥാനിലുള്ള മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു മൈനോറിറ്റീസ് ഹിന്ദുസ്ഥാനിൽ വന്നാൽ എന്താ കുഴപ്പം? ശ്രീലങ്കയിലുള്ളവർ വന്നാൽ എന്താ? ശ്രീലങ്ക ഈസ് ഫാർ അവേ. ശ്രീലങ്കയ്ക്ക് ഒരു ബന്ധമില്ല. നമ്മളിന്ന് പോയതല്ലല്ലോ ശ്രീലങ്ക. അഫ്ഗാനിസ്ഥാൻ നമ്മളിൽ നിന്ന് പോയതാണോ? നമ്മുടെ ബോർഡർ ചെയ്ത നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമല്ലേ, നെയ്ബറിംഗ് നേഷൻ അല്ലല്ലോ. അഫ്ഗാനിസ്ഥാൻ അങ്ങനെ നമ്മൾ മൂവ് ചെയ്തിരുന്ന രാജ്യമാണോ? നിങ്ങൾ എൻ്റെ ഈ ജോഗ്രാഫി ഹിസ്റ്ററി താങ്കളെ പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചാണ്. താങ്കൾ അന്ന് എൻ്റെ അറിവനുസരിച്ച് നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു. കൃത്യത വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ജോഗ്രാഫി അതിനേക്കാൾ ബന്ധമുണ്ടായിരുന്ന രാജ്യമായിരുന്നല്ലോ ശ്രീലങ്ക. സിലോണിലേക്ക് ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ തമിഴ് വംശജരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറ്റമൊക്കെ ഉണ്ടായ നാടല്ലേ. നിങ്ങൾ ഇങ്ങനെ കിടന്ന 2 രാജ്യങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രത്യേകതയാണോ? ഒരു ഓഷൻ അപ്പുറത്ത് കിടക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യത്ത് കിടക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ പറയൂ, ഇന്ത്യയുടെ ബോർഡർ അങ്ങ് എടുത്തു കളയൂ, പോറസ് ബോർഡർ ആവട്ടെ, അപ്പുറമുള്ളവനും ശ്രീലങ്ക. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യങ്ങളെ അഫ്ഗാനിസ്ഥാൻ ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുത്തി, അതേസമയം ശ്രീലങ്ക ഉൾപ്പെടുത്തിയില്ല. എന്താണ് അതിൻ്റെ ഉള്ള റീസൺ? എന്താണ് കാരണം? നിങ്ങളിപ്പോൾ അങ്ങനെ എൻ്റെ ഒരു അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ്, ഞാൻ അവിടെ ഇവിടെ വായിച്ചുള്ള കംപ്ലീറ്റ് എനിക്കറിയാം. ഇതിൻ്റെ കൃത്യ റീസൺ എനിക്കിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാനില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കി. അതൊക്കെ അന്ന് നമ്മൾ ചോദിച്ചപ്പോഴും താങ്കൾ അതാണ് പറഞ്ഞത്. ഇന്ന് താങ്കൾ അത് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഏരിയയാണ് ഞാൻ പറഞ്ഞത്. പ്രധാനപ്പെട്ടത് ഇന്ത്യയും
പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ചെയ്തപ്പം ബന്ധപ്പെട്ട അന്നത്തെപ്പെട്ട അത് മൊത്തം പോയി വീണ്ടും നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ അതായിരുന്നു, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ രണ്ടായി. അവിടെ നിന്നുള്ള മൈനോറിറ്റി ഹിന്ദുസ് ഇങ്ങോട്ട് വരാം, ഇവിടുത്തെ മൈനോറിറ്റി മുസ്ലിംസിന് അങ്ങനെ പോവാം. അതാണ് തീരുമാനം, അതാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവിടുത്തെ മുസ്ലിമിന് എന്തുകൊണ്ട് വന്നുകൂടാ? മൈനോറിറ്റി അല്ല. അങ്ങനെ മുസ്ലിംസ് മൈനോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങൾ മുഴുവൻ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതെന്തിനാണെന്നുള്ള ചോദ്യത്തിന് മറുപടി അങ്ങനെയൊന്നുമില്ല. മുസ്ലിംസ് മൈനോറിറ്റി ഏത് രാജ്യത്തെ ഒഴിവാക്കിയെന്ന് പറയുന്നത്? ഒരു രാജ്യത്തെ ഒഴിവാക്കുക. നമ്മുടെ മ്യാൻമാറിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളില്ല, അവർക്ക് ഇതിൽ ഈ CAA വഴി ഇന്ത്യയിലേക്ക് വരാൻ കഴിയും. ഇന്ത്യയും തമ്മിൽ എന്ത് ബന്ധം? മ്യാൻമാറും ഇന്ത്യയും തമ്മിൽ അന്നത്തെ സമയത്ത് നിങ്ങൾ ചോദിച്ചത് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് എന്നോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതേപോലെ തന്നെയാണ് അഥവാ ഈ രാജ്യങ്ങളെ നിർണ്ണയിക്കുന്നതിലോ മതം നിർണ്ണയിക്കുന്നതിലോ മാനദണ്ഡങ്ങൾ കൃത്യമല്ല, അതിനൊരു നീതിയുക്തമില്ല എന്നുള്ളതാണ് ഉയർന്ന ആരോപണം. മാനദണ്ഡമുണ്ട്. മൈനോറിറ്റീസ് അപ്പുറത്തുള്ളവന് ഇപ്പുറത്ത് വരാം, ഇപ്പുറത്തുള്ള മൈനോറിറ്റീസിന് അപ്പുറത്ത് പോകാം. പക്ഷെ ആരും നടപ്പാക്കിയില്ല. നിങ്ങൾ പറയുന്ന പോലെ മുസ്ലിമിനെ കൊണ്ടുവരാത്ത എന്തെന്നുള്ള ചോദ്യം അല്ലാത്ത മറ്റെല്ലാ മതസ്ഥരെയും ഇൻക്ലൂസീവായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലേ? ഏത് മതക്കാരെ ഉൾപ്പെടുത്തി? ഉൾപ്പെടുത്താത്തത് മുസ്ലിം അല്ലാത്ത വേറെ ഏത് മതങ്ങളൊക്കെയാണ് മാറ്റിയെടുത്തിരിക്കുന്നത്? മുസ്ലിമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആ ഡെഫിനിഷനിൽ വരുന്നില്ലല്ലോ. പാകിസ്ഥാനിലെ മുസ്ലിം എങ്ങനെയാണ് അവിടെ മൈനോറിറ്റി ആവണത്? മൈനോറിറ്റി എന്ന് പറയുമ്പോൾ അത് മുസ്ലിം മൈനോറിറ്റിയുള്ള രാജ്യങ്ങൾ, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. മുസ്ലിം മൈനോറിറ്റിയുള്ള രാജ്യങ്ങളെ ഒഴിവാക്കി നിർത്തുന്നു, എന്നിട്ട് മറ്റു രാജ്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ മുസ്ലിം മതങ്ങൾക്ക് മാത്രം എൻട്രൻസ് ഇല്ല എന്നും പറയുന്നു. അപ്പോൾ അത് ഒരു ഡിവൈഡ് ആൻഡ് പോളിസി അല്ലേ? നമ്മുടെ മെയിൻ കോണ്ടിനെന്റിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. നമ്മുടെ ഓബ്ലിഗേഷൻ, അന്ന് പറഞ്ഞ ഓബ്ലിഗേഷൻ, അപ്പുറത്തെ മൈനോറിറ്റി ഇപ്പുറത്ത് വരാം, ഇപ്പുറത്തെ മൈനോറിറ്റി അപ്പുറത്ത് പോകാമെന്നാണ്. അപ്പുറത്തെ മുസ്ലിം അവിടെ മെജോറിറ്റിയാണ്, അവനിപ്പുറത്ത് വന്നുകൂടാ? എങ്ങനെയും ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മെജോറിറ്റി ഹിന്ദുവിന് അവിടെ പോയി അവൻ സമ്മതിക്കുമോ? ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്ന വേട്ടയാടപ്പെടുന്ന ഒരുപാട് മുസ്ലിങ്ങൾ, ഇപ്പോൾ MM ഹുസൈനെ പോലെയുള്ള മുസ്ലിംസ് നാമധാരങ്ങൾ, അവർക്ക് ഇപ്പോൾ ഈ ഇതുവഴി ഒരു CAA വഴി വരുന്ന പ്രശ്നം തന്നെയല്ല. അവർക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ മനസ്സിലാക്കുക? നമ്മൾ 143 കോടി ഉണ്ടെന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സ്ഥലമാണ്. നമ്മൾ തുറന്നിട്ടാൽ നമ്മുടെ ജനസംഖ്യ 150 കോടി 160 കോടി ഒന്ന് പോവുകയും ചെയ്യും, നമ്മുടെ GDP താഴെ പോവുകയും ചെയ്യും, നമ്മുടെ ജീവിത നിലവാരം താഴെ പോകും. ഒരു രാജ്യവും അങ്ങനെ തുറന്നിടത്തില്ല. അപ്പോൾ ഇപ്പോൾ തുറന്നിടുകയല്ലേ ചെയ്തത്? മുസ്ലിം വിഭാഗത്തിനൊഴികെ എല്ലാവർക്കും ഇന്റർപ്രിട്ടേഷനാണ്. നിങ്ങൾ ഈ വെറുതെ ആവശ്യമില്ല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തിന്? കൺഫ്യൂഷൻ. ഇപ്പം ഞങ്ങൾ തന്നെ എല്ലാ ഭാഗവും പോയി അതിൻ്റെ ജിയോഗ്രാഫി, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ഡിവിഷൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം പഠിച്ച് നിങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യനെ നിങ്ങൾ പറഞ്ഞിട്ട് താങ്കൾ ജനങ്ങളിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആൾ കൂടിയാണ്. കാരണം ഇവിടുത്തെ സ്ഥാനാർത്ഥി വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ജനങ്ങൾക്ക് ഞാൻ പറയും, നിങ്ങൾ ഉറങ്ങുന്ന നിങ്ങളെ എനിക്ക് ഉണർത്താം. നിങ്ങൾ ഉറക്കം നടിക്കുക നിങ്ങളെ ഞാൻ എന്തോ ചെയ്യും? നിങ്ങൾ ഉറങ്ങിക്കോ, കുറേ ആളോടെ ഉറങ്ങിക്കോ. കേരളത്തിൽ എവിടെയൊക്കെ BJPക്ക് വലിയ വിജയപ്രതീക്ഷ ഉണ്ട്? ഞാനതൊന്നും പറയുന്നില്ല. ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഒരു 5 സ്ഥലം വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. വെറുതെ എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണതിന്. ദേശീയ തലത്തിൽ വീണ്ടും 400 സീറ്റ് നേടുമെന്ന് BJP മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 400 സീറ്റ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് 400 സീറ്റ് എന്ന് പറഞ്ഞല്ല. ഒരു കൊല്ലം നടത്തിയ റിപ്പീറ്റഡ് സർവേ ഓരോ സ്റ്റേറ്റിലും നടത്തിയപ്പോൾ, പല ഏജൻസി നടത്തിയപ്പോൾ അവരുടെ വോട്ടേഴ്സിൻ്റെ മനസ്സിലാക്കിയിട്ട് അവർ അറൈവ് ചെയ്ത ഒരു ഡിസിഷനാണ്. അല്ല ചുമ്മാ രാവിലെ വന്നിട്ട് ഞങ്ങൾ 400 നേടുമെന്ന് പറഞ്ഞതല്ല. കേരളത്തിൽ നിന്നുള്ള പ്രതീക്ഷകളൊക്കെ കണക്കൂട്ടിയിട്ടാണോ ഈ 400 സീറ്റ്? അതൊന്നും ഞാൻ പറയില്ല. ഞങ്ങൾ കൂട്ടിയപ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഞങ്ങൾ അവിടെ തന്നെ കൂട്ടിയിരിക്കുന്നത്. കേരളം 0 പോയാലും ഞങ്ങളവിടെ ഭരിക്കും. കേരളം 0 ആയാലും ഭരിക്കും. പക്ഷേ കേരളത്തിൽ നിന്ന് ഒരാൾ പോയാൽ, നീ മലപ്പുറം എടുക്കും, മലപ്പുറത്തുനിന്ന് ഇടത് വലത് NDA, ഇടത് പോയാലും വലത് പോയാലും എവിടെ ഇരിക്കുന്നത്? ഓപ്പോസിഷൻ ഇരിക്കും. ഓപ്പോസിഷൻ എന്ത് ചെയ്യും? ഒന്നീ പേപ്പർ ചുരുട്ടി എറിയും, അല്ലെങ്കിൽ വാക്കൗട്ട് നടത്തും. ഇതിനാണോ നിങ്ങൾ MP അയക്കേണ്ടത്? അതെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളുടെ മലപ്പുറത്തിനെ വികസിക്കാൻ സഹായിക്കുന്ന ഒരു NDA കാൻഡിഡേറ്റ് വേണം. നിങ്ങളാലോചിക്കും. ഒരു ജയിച്ച കേന്ദ്രമന്ത്രി സ്ഥാനം എന്നുള്ള എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം പലരും എന്നോട് പറയും, സാറ് മാത്രമാണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റ്. ഒന്ന്. രണ്ടാമത്, സാറ് ഇവിടെ നിന്ന് മലപ്പുറം മുസ്ലിം ജില്ലയാണ്, അവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ സാറിന് ഇങ്ങനത്തെ സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ സാധ്യത ഉണ്ട് എന്ന് എനിക്കും പറയാം. അല്ല ഞാൻ മന്ത്രിയാവുന്നത് ഞാൻ കയറി വാശിയോടെ പറയുന്നത് ശരിയല്ല, അനുചിതമാണ്. 400ഓളം സീറ്റുകൾ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു. ഏക മുസ്ലിം സ്ഥാനാർത്ഥിയെ താങ്കൾ മാത്രമാണുള്ളത്. അതിലൊരു അപാകതല്ല? ഇത്രയും വലിയ പോപ്പുലേഷനെ പരിഗണിക്കുമ്പോൾ പല പ്രാവശ്യം മറുപടി പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പറയാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മോഡിജി കാൻഡിഡേറ്റ്സിനായാലും മിനിസ്റ്റേഴ്സിനായാലും CEO ആയാലും സെക്രട്ടറി ആയാലും കീ പൊസിഷനിലേക്ക് ആളിനെ നിയമിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് ജാതി മത പരിഗണന നോക്കിയല്ല. അതിലൊരു 4-5 പ്രധാനപ്പെട്ട പരിഗണനയുണ്ട്. ഒരു MP കാൻഡിഡേറ്റ് ആണെങ്കിൽ അവൻ്റെ അക്സെപ്റ്റൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യുവൻസി, വിന്നബിലിറ്റി എന്ന് പറയും.
ലിറ്ററസി എന്ന് പറയും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പറയും, ഇൻ്റലിജൻസ് പറയും, അതിനേക്കാൾ ഒരു ക്യാരക്ടർ പറയും, അതിനേക്കാൾ ഒരു നാഷണാലിറ്റി പറയും, പിന്നെ കമ്മിറ്റ്മെൻറ്റ് ടു ദ പീപ്പിൾ പറയും. ഇത് കഴിഞ്ഞാൽ അടിച്ചു മാറ്റാനുള്ള ആളാണോ അതേ അവിടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്, നിങ്ങളുടെ ആർട്ടിക്കിൾസ്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ തോട്ട്സ് ഇതൊക്കെ ഒരുപാട് പറയും. നിങ്ങൾ ആരാണ്, നിങ്ങൾ ചിന്തകനാണോ, സർവീസ് ചെയ്യുന്ന ആളാണോ, ക്യാരക്ടറുള്ള ആണോ എന്നൊക്കെ പറയാനുള്ള സാധനം ഇവിടെയുണ്ട്. ഇതൊക്കെ എടുത്ത് പഠിച്ചിട്ടാണ് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത്. പ്രതിപക്ഷം ചോദിക്കുന്നൊരു മറു ചോദ്യമുണ്ട്. ഈ 543 മണ്ഡലങ്ങളിൽ മലപ്പുറത്തൊക്കെ വേറെ എവിടെയും ഇത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം കാൻഡിഡേറ്റിന് BJP കിട്ടുന്നില്ല എന്നുള്ളതാണ്. കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കി, എറണാകുളത്ത് പിന്നെ രാധാകൃഷ്ണൻ സാർ ക്വാളിഫൈഡ് അല്ലേ, മുസ്ലിം വേണ്ട, മുസ്ലിം കാൻഡിഡേറ്റ് ആയിട്ട് മലപ്പുറത്തൊക്കെ വേറെ എവിടെയും നിങ്ങൾക്ക് അങ്ങനെ ക്വാളിഫൈഡ് സ്ഥാനാർത്ഥി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പാരാമീറ്റേഴ്സ് എടുത്തിട്ട് ജനങ്ങളാണ്. ഇവിടെ തന്നെ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞത്, സാറേ മലപ്പുറത്ത് തന്നെ 52 സർവേ നടത്തി, 52 സർവേ നടത്തിയിട്ടാണ് സാറിൽ വന്ന് പെട്ടത്, അതുകൊണ്ട് സാറ് ഭാഗ്യവാനാണെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. വേറെടുത്ത് കിട്ടിയോ ഇല്ലയോ, അവിടെ ആളില്ലയോ എന്നൊക്കെ ചോദിച്ചാൽ എന്നോടല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ സമൂഹത്തോട് ചോദിക്കൂ, അവർ പറയട്ടെ, ഉത്തരം പറയട്ടെ. എനിക്കങ്ങനെ പറയാൻ പറ്റും, ഞാനാണ് ഏറ്റവും വലിയ കാൻഡിഡേറ്റ് എന്ന് പറയാൻ പറ്റും. അതിനവർസേ ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനുള്ള പര്യടനങ്ങളൊക്കെ? അവസാന ഘട്ടത്തിന് ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ എന്താ പറയണത്, ഈ ഈ തെരഞ്ഞെടുപ്പ് യുദ്ധമേഖലയിൽ കഠിനമായിട്ടുണ്ടാവും. ജനത്തോട് പറയും, നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ ബുദ്ധിജീവികളല്ലേ, നിങ്ങൾ അനലൈസ് ചെയ്യുന്നവരല്ലേ, നിങ്ങൾ പൊളിറ്റിക്കൽ റിയാലിറ്റി മനസ്സിലാക്കൂ, പൊളിറ്റിക്കൽ റിയാലിറ്റിയും ഡെവലപ്മെൻറ്റ് റിയാലിറ്റിയും മനസ്സിലാക്കൂ. നിങ്ങൾക്ക് കഴിഞ്ഞ 10 കൊല്ലോ അതിൽ കൂടുതലോ ഇവിടുന്ന് പോയ MP-മാർ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ് നിങ്ങൾ നോക്കൂ. ഞാൻ മനസ്സിലാക്കിയ 0 ഡെവലപ്മെൻറ്റാണ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇനി ഡെവലപ്മെൻറ്റ് വേണോ? 10 കൊല്ലം നിങ്ങൾ ഡെവലപ്മെൻറ്റ് ഹോളിഡേ ആയിരുന്നു നിങ്ങൾക്ക്. ജനറൽ ഡെവലപ്മെൻറ്റിൽ വരുന്നൊക്കെ റോഡൊക്കെ വന്ന് കാണും. അല്ലാതെ ഒരു MP കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കൂ. നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് വേണോ? MP പ്രൊമോട്ട് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് വേണോ? ഡൽഹിയിൽ നിന്ന് കൂടുതൽ റവല്യൂഷൻ ഇവിടെ വരണോ? ഡെവലപ്മെൻറ്റ് റവല്യൂഷൻ വരണോ? ആലോചിക്കൂ, നിങ്ങൾ തീരുമാനം എടുക്കൂ. ഞാൻ പലപ്പോഴും വോട്ട് പോലും ചോദിക്കാറില്ല. കാര്യം എന്താണെന്ന് പറയാം, വോട്ട് പിടിച്ച നേരത്തെ പോലെ കൈവലിക്കുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്നവരും ഒക്കെ ഇവിടെയുണ്ട്, ചിലരുണ്ട്, എല്ലാവരും അല്ല, കുറേ പേരുണ്ട്. എത്ര പേര് എന്നെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് സാറേ ഇപ്പം തന്നെ സാറിന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അതെല്ലാം കൂടെ കൺവേർട്ട് ചെയ്ത് ജയിക്കുമെന്നൊന്നും ചോദിക്കണ്ട. എൻ്റെ വികസനത്തിന് വേണ്ടി വോട്ട് എന്നുള്ള ചോദിച്ചുകൊണ്ട് തന്നെ പര്യടന രംഗത്ത് സജീവമാവുകയാണ് മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി അബ്ദുസലാം. എനിക്കറിയാം, നിങ്ങളൊക്കെ അടുത്ത് വരുമ്പോഴേ എനിക്കറിയാം, എവിടെയെങ്കിലും പിടിച്ച് ഉതച്ച് ഏതെങ്കിലും ഒരു വാക്കെടുത്തിട്ട് ഉടനെ അത് മീഡിയയിലിട്ട് അടിച്ച് വൈകുന്നേരം ഡിബേറ്റിൽ അടിച്ചിട്ട് NDA പിടിച്ച് താക്കാനുള്ള പരിപാടിയല്ലേ ആശാരം? അല്ല, താങ്കൾ ജനങ്ങളോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു ചാനൽ സത്യസന്ധമായിട്ട് NDA ചെയ്ത നല്ല കാര്യങ്ങൾ, 350-ലധികം പ്രോഗ്രാമുകൾ, 10 കൊല്ലം കൊണ്ടുവന്ന വിപ്ലവങ്ങൾ, ഇൻ്റർനാഷണൽ കൊണ്ടുവന്ന റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് NRI ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ, അവരുടെയൊക്കെ അന്തസ്സായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങളാരും കാണുന്നുണ്ടോ? വന്ദേ ഭാരത്, ബുള്ളറ്റ് ട്രെയിൻസ്, എത്ര എയർപോർട്ട്, സീപോർട്ട്, മെഡിക്കൽ കോളേജസ്. നിങ്ങൾക്ക് ഒരു മൊബൈലും കൊണ്ട് നിങ്ങൾക്ക് എവിടെയും പൊക്കൂടെ? ഇപ്പം യുവർ ലൈഫ് ഈസ് സേഫ് വിത്ത് എ മൊബൈൽ. ഈ ഇൻ്റർനെറ്റ് റെവല്യൂഷൻ, ഡിജിറ്റൽ റെവല്യൂഷൻ, ഗ്രീൻ ഇന്ത്യ, ക്ലീൻ ഇന്ത്യ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളൊക്കെ അറിയാതെ മോഡിച്ച് തൊഴുതി കാണും, എനിക്കറിയാം. പിന്നെ മാറി നിന്ന് രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ ചീത്തയൊക്കെ പറയും. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾ നന്നാവും, കുറച്ചുകൂടെ നന്നാവും. നന്നാവട്ടെ. അപ്പോൾ എന്നാലും പര്യടനരംഗത്ത് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി അബ്ദുസലാം വീണ്ടും സജീവമാവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവ്വനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.